തബൂക്കിന്റെ ചില സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ ഖുത്ബയിൽ സംസാരിച്ചു വന്നത്. തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളിൽ പല നിലക്കുള്ള ആളുകൾ, ആ യാത്രയിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന മുനാഫിക്കുകളെ സംബന്ധിച്ചും അവരെത്രത്തോളം വലിയ കുഴപ്പങ്ങളാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ചും ആ യാത്രയിൽ പങ്കെടുക്കാതിരുന്ന സത്യവിശ്വാസികളായ അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികളെ സംബന്ധിച്ചും അവർക്ക് അള്ളാഹു പിന്നീട് പുറത്തു കൊടുത്തതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത ശ്രേണികളിലുള്ള പല സ്വഹാബിമാരെയും അവരുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും തബൂക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ രൂപത്തിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ തബൂക്കിന്റെ പ്രത്യേകമായ ശ്രദ്ധേയമായ ഒരു ഏടാണ് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നമുക്കറിയാവുന്നതുപോലെ തബൂക്കിലേക്ക് വലിയ നീണ്ട ഒരു യാത്രയായിരുന്നു ആ യാത്രാ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നത്. ഏകദേശം 20 മേലെ ദിവസങ്ങൾ വേണം തബൂക്കിലേക്ക് യാത്ര ചെയ്ത് എത്താൻ. ഏകദേശം 700ഓളം കിലോമീറ്ററുകളാണ് യാത്ര ചെയ്യാനുള്ളത്. അതുപോലെ തബൂക്കിൽ എത്തിക്കഴിഞ്ഞാൽ 20 ദിവസത്തോളമാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ക്യാമ്പ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര തിരിക്കുന്ന സമയം എല്ലാ സ്വഹാബിമാരോടും നിർബന്ധമായും പങ്കെടുക്കണം എന്ന ഒരു നിർബന്ധം എല്ലാവരോടും ആവശ്യപ്പെടുകയും പരമാവധി എല്ലാ ആളുകളും, എല്ലാ സ്വഹാബിമാരും, നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം 30,000ഓളം സ്വഹാബിമാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിക്കുകയാണ്. എന്നാൽ മുമ്പൊരിക്കലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സമയത്ത് ആരൊക്കെ യാത്രയിൽ വരുന്നുണ്ട്, ആരൊക്കെ വരുന്നില്ല, അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനോ അങ്ങനെ ഒരു രജിസ്റ്റർ തയ്യാറാക്കുന്ന സംവിധാനമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാലത്ത് നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു യാത്രാ സംഘത്തിൽ എത്ര ആളുകൾ വന്നിട്ടുണ്ട്, ആരൊക്കെ മിസ്സായിട്ടുണ്ട്, ആരൊക്കെ വൈകി വന്നിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായി അറിയുന്ന ഒരു യാത്രയല്ല അവർ പോയിരുന്നത്. അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ധനികനായ ഒരു സ്വഹാബിയായിരുന്നു. അദ്ദേഹം യാത്ര പോകുന്നതിന്റെ ആ ഒരു സമയത്ത്, എല്ലാവരും യാത്ര തിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ആദ്യ സമയത്ത് മടിച്ചു നിന്നു. കാരണം ആരൊക്കെ പോകുന്നുണ്ട് പോകുന്നില്ല എന്നറിയാത്തൊരവസ്ഥയിൽ അദ്ദേഹം വിചാരിച്ചു എല്ലാവരും പതുക്കെ നീങ്ങിക്കോട്ടെ. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, നടന്ന് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അല്പം വൈകിട്ടാണെങ്കിലും എനിക്ക് ഇവിടെ നിറങ്ങിയാൽ എനിക്ക് ആ യാത്രാ സംഘത്തിന്റെ കൂടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് കുതിരകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്പം വൈകി ഇറങ്ങാം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ 1-2 ദിവസങ്ങൾ പിന്നിട്ടു. 1-2 ദിവസങ്ങൾ പിന്നിട്ടപ്പോ ആ നീട്ടിവെക്കൽ ചെറിയ ഒരു മടിയിലേക്ക് മാറി, ചെറിയ മടിയായി. അബൂ ഖൈസമ റളിയല്ലാഹു അൻഹുവിന് 2 തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഏതാനും ദിവസങ്ങളായി. അങ്ങനെ പിന്നെ പോകാം, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാം, കുറച്ചു ദിവസം കഴിഞ്ഞിറങ്ങിയാലും എനിക്ക് അവിടെ എത്താൻ കഴിയുമല്ലോ. നടന്നു പോകുന്ന ആളുകളെക്കാൾ മുമ്പിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും എനിക്ക് എത്താൻ കഴിയും. ഈ രൂപത്തിലുള്ള ചിന്തകളും ഈ രൂപത്തിൽ സ്വയം ഉദറുകളും ന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. അങ്ങനെ അബൂ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ മദീനക്ക് പുറത്തുള്ള തോട്ടത്തിലേക്ക് അദ്ദേഹം ഒരു ദിവസം എത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും യാത്ര തിരിച്ചിട്ടുണ്ട്, തബൂക്കിലേക്ക് യാത്ര തിരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മദീനയിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്. അങ്ങനെ തോട്ടത്തിലേക്ക് എത്തുന്ന അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ തോട്ടത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഈത്തപ്പനയുടെ തോട്ടമാണ് ഉണ്ടായിരുന്നത്. ആ ഈത്തപ്പന തോട്ടത്തിന്റെ നല്ല തണലിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അദ്ദേഹത്തിന് ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുകയാണ്, നല്ല മിനുസമുള്ള ഒരു വിരിപ്പ്. എന്നിട്ട് ആ തണലിന്റെ അടിയിൽ അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മറ്റൊരു ഭാര്യ വന്നുകൊണ്ട് അതിൽ അല്പം വെള്ളം തളിക്കുകയാണ്. കാരണം നല്ല ചൂടുള്ള സമയമാണ്, നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. നല്ല പ്രയാസമുള്ളൊരു സമയത്താണ്, നല്ല ചൂടുള്ള ഒരു സമയത്താണ്. ഈത്തപ്പന മരങ്ങളൊക്കെ അതിൽ പഴമൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം, നല്ല തണലൊക്കെ കിട്ടുന്ന സമയം, നല്ല ഇലകളും തണലൊക്കെ ഉള്ളൊരു സമയം. ആ തണലിന്റെ അടിയിൽ
ആ വിരിപ്പിൽ, നല്ല കട്ടിയുള്ള മിനുസമുള്ള വിരിപ്പിൽ അല്പം വെള്ളമൊക്കെ തളിച്ച് അദ്ദേഹം വിശ്രമിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യമാർ അദ്ദേഹത്തിന് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രംഗം. ആ ഒരു സമയത്ത് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. എന്താണ് അദ്ദേഹം കാണുന്ന കാഴ്ച? ചുറ്റും തന്റെ തോട്ടത്തിന്റെ ഉള്ളിൽ മുഴുവൻ ഈത്തപ്പനയുടെ മരങ്ങളാണ്, നല്ല തണലിലാണ്. അദ്ദേഹം ഇരിക്കുന്നത് മിനുസമുള്ള ഒരു മെത്തയിലാണ്. വെള്ളം തളിച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളമുണ്ട്. ആ ചുട്ടുപൊള്ളുന്ന സമയത്തും നല്ല തണലിന്റെ കീഴിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരടുത്തുണ്ട്. അദ്ദേഹത്തിന് കഴിക്കാനുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. ആ സമയത്ത് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു ആ ഒരു രംഗം കണ്ടിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ വാചകങ്ങൾ സീറയിൽ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായി അബൂ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന സംസാരം സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദ്ദുഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുട്ടുപഴുത്തു കിടക്കുന്ന മണലാരണ്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ മരുഭൂമിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂര്യന്റെ താഴെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വരീഹി വൽ ഹർ, മണൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോ ചുട്ടുപഴുത്ത കാറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഇരമ്പി കയറുമ്പോ അബൂ ഖൈസമ ഫി ളിൽ ബാരിദിൻ, അബൂ ഖൈസമ ഇവിടെ നല്ല തണലിന്റെ കീഴിൽ നല്ല തണുത്ത ഇളം കാറ്റുകൊണ്ട് തന്റെ ഈത്തപ്പന തോട്ടത്തിന്റെ അടിയിൽ കാറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം എന്റെ മുന്നിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബികളും യാത്രയിലാണ്. കൊണ്ടുപോകാൻ ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ 30,000 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളില്ലാതെ, എത്രത്തോളം എന്നാൽ ഒരു ഈത്തപ്പഴം സ്വതക്കയായി നൽകിയപ്പോൾ അത് പാകിച്ച് 2 പേർ മുറിച്ചെടുത്ത സംഭവം പോലും തബൂക്കിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് അബൂ ഖൈസമ ഇവിടെ ഇരിക്കുകയാണ്. ഇത് സ്വയം അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു സ്വയം തന്റെ നഫ്സിനോട് പറയുന്ന കാര്യമാണ്. അബൂ ഖൈസമ ഇവിടെ ഇരിക്കാൻ നല്ല തണലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യന്റെ ചുട്ടുപൊള്ളുന്ന ചൂടും കൊണ്ട് ആ മരുഭൂമിയുടെ മരലാരണത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂ ഖൈസമ തണലിലാണ്. അബൂ ഖൈസമക്ക് കഴിക്കാൻ ഇവിടെ ഭക്ഷണങ്ങളുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, തന്റെ സുന്ദരിമാരായ ഭാര്യമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും എന്റെ സുഹൃത്തുക്കളെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫീമാലിഹി മുഖീം, എന്റെ ഈ തോട്ടത്തിൽ, എന്റെ ഈ സമ്പത്തിന്റെ ഇടക്ക്, എന്റെ ഈ സുഖലോലുപതയിൽ, എന്റെ ഈ കംഫർട്ട് സോണിൽ അബൂ ഖൈസമ ഇവിടെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാ ഹാദാ ബിൻ നസഫ്, ഇതെന്തൊരു അക്രമമാണ്, ഇതെന്തൊരു അക്രമമാണ്, ഇതെന്തൊരു അനീതിയാണ്. അബൂ ഖൈസമ ഇവിടെയും എന്റെ പ്രവാചകൻ അവിടെ ചുട്ടുപൊഴുത്ത് സൂര്യന്റെ കീഴിൽ മണൽക്കാറ്റടിച്ചുകൊണ്ട് യാത്രയിലാണ്. അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറയാൻ, തന്റെ ഭാര്യമാരോട് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു പറയുന്ന രംഗാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും വീടുകളിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്രാ സംഘത്തിന്റെ കൂടെ കൂടാതെ ഇനി നിങ്ങളുടെ കൂടെ ഒരു സമയവും ചെലവഴിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കിരിക്കാൻ സമയമില്ല. എനിക്ക് യാത്രക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കൂ, എന്റെ വാഹനത്തെ റെഡിയാക്കി, എനിക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണങ്ങളും എനിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുക്കൂ എന്ന് തന്റെ ഭാര്യമാരോട് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു രംഗം. അങ്ങനെ അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് ഭക്ഷണ സാധനങ്ങളും അതുപോലെ യാത്രക്ക് ആവശ്യമായ സാധനങ്ങളും എല്ലാം തയ്യാറാക്കിക്കൊണ്ട് ആ കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബികളും യാത്ര പോയിട്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബികളും കിടന്നുറങ്ങാൻ. അങ്ങനെ സുബഹി നമസ്കാരത്തിന്റെ സമയമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത്
വളരെ ദൂരെ നിന്നുകൊണ്ട് ചെറിയ ഒരു നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇങ്ങനെ അടുത്തു വരുന്നത് കാണുകയാണ്. ഒരു വ്യക്തി ഒറ്റക്കൊരു കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. ദിവസങ്ങളോളം യാത്ര ചെയ്ത് കുതിരപ്പുറത്ത് ഒറ്റക്ക് യാത്ര ചെയ്തു വരുന്ന ഒരു വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ഒരാളിങ്ങനെ വരുന്നുണ്ടല്ലോ, ആരാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് സംസാരിക്കുകയാണ്. ആരായിരിക്കും അത്? കുൻ അബാ ഖൈസമ, അത് അബൂ ഖൈസമയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അത് അബൂ ഖൈസമയാകണം, ആകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിയായ ആഗ്രഹമാണ്. നോക്കൂ, ഒരു നേതാവിന്റെ വലിയ ക്വാളിറ്റിയാണ്. 30,000-ഓളം ആളുകളെ കൂട്ടി, മുസ്ലിമീങ്ങളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തിരിക്കുമ്പോൾ എത്രത്തോളം ആളുകൾ പിന്നിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി അറിയാത്ത ഒരു സമയത്ത് പോലും ആരൊക്കെ കൃത്യമായിട്ട് വന്നിട്ടില്ല, ആരൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. വരുന്നത് അബൂ ഖൈസം റളിയല്ലാഹു അൻഹു ആണ് എന്ന് വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കിട്ടിയിട്ടില്ല. വഹയിലൂടെ അറിയിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം കുൻ അബാ ഖൈസമ എന്നാണ്. അത് അബൂ ഖൈസമ ആകട്ടെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ഖൈസം റളിയല്ലാഹു അൻഹുവിനെ അറിയാം. അദ്ദേഹത്തിന്റെ ഈമാനിനെ സംബന്ധിച്ചും മുമ്പുണ്ടായിരുന്ന യുദ്ധങ്ങളിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ചും ഒക്കെ അറിയാം. അപ്പൊ അബൂ ഖൈസം റളിയല്ലാഹു അൻഹു ആകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കണം. 30,000 ആളുകൾക്കിടയിലും ആ ഒരു സ്വഹാബി, നമ്മൾ അധികം പേര് കേട്ടിട്ടില്ലാത്ത ഒരു സ്വഹാബിയാണ് അല്ലെ, വളരെ പ്രമുഖനായ ഒരു സ്വഹാബിയായി നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോക്കൂ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എല്ലാ സ്വഹാബിമാരും, എല്ലാ മുസ്ലിമീങ്ങളും എന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ ഒരു നിഴൽ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. സ്വഹാബികൾ, ചില ആളുകൾ ഇങ്ങനെ മുന്നോട്ട് ചെന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹുവ വല്ലാഹ് അബൂ ഖൈസമ, അത് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു ആണ് എന്ന സന്തോഷ വാർത്ത സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കാൻ. അങ്ങനെ അബൂ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, എന്ത് സംഭവിച്ചു, എന്തേ വൈകിയത്, എന്ത് പറ്റി, എത്ര ദിവസമായി ഞങ്ങൾ പോന്നിട്ട്, എന്തേ ഞങ്ങളെ പിന്നിലാക്കിയത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അബൂ ഖൈസം റളിയല്ലാഹു അൻഹു എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണം, എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് വിശദീകരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ വൈകിയത്? ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു, ഞാനിങ്ങനെ നീട്ടിവെച്ചു, ഞാൻ പിന്നെയാകാം അടുത്ത ദിവസമാകട്ടെ, എനിക്ക് വേഗം ചെല്ലാമെന്ന പല ഉതിരുകളും സ്വയം പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടി വെച്ചതാണ് റസൂലെ. പക്ഷെ പെട്ടെന്ന് ആ തോട്ടത്തിൽ ഇങ്ങനെ ഇരുന്ന് ആ തോട്ടത്തിന്റെ സുഖാനുഭവങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് പെട്ടെന്ന് എനിക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിന്റെ ബോധ്യമുണ്ടായത്. ആ ഒരു സമയത്ത് തന്നെ റസൂലെ ഞാൻ അവിടെ നിന്ന് പോന്നു എന്ന് അബൂ ഖൈസം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഴുവൻ കഥയും വിവരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖൈസം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ഔലാ ലക യാ അബാ ഖൈസമ, ഔലാ ലക, കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അബൂ ഖൈസമ എന്നാണ്. അവിടെ വലിയ അഭിനന്ദനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ഒരുപാട് വലിയ പ്രചോദനത്തിന്റെ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് അബൂ ഖൈസം റളിയല്ലാഹു അൻഹുവിനെ അഭിനന്ദിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. വൈകിയാണെങ്കിലും എത്തിയല്ലോ അബൂ ഖൈസമ, വൈകിയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ കൂടിയല്ലോ എന്നല്ല. ഔലാ ലക യാ അബാ ഖൈസമ, കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ്. കഷ്ടിച്ചാണ്. നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മിസ്സായി എന്നൊക്കെ നമ്മൾ പറയാം. അതുപോലെ അബൂ ഖൈസമ ആ നരകത്തിന്റെ വക്കിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ജസ്റ്റ് മിസ്സായി, ചെറിയൊരു എസ്കേപ്പാണ് അബൂ ഖൈസമ നിനക്ക് ഉണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖൈസം റളിയല്ലാഹു അൻഹുവിനോട് പറയുക. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നമ്മളെ ഒരുപാടധികം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അതിലൊന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അബൂ ഖൈസം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുണ പറഞ്ഞില്ല എന്നുള്ളതാണ്. അബൂ ഖൈസം റളിയല്ലാഹു അൻഹുവിന് ധാരാളം നുണകൾ പറയാം. കാരണം എന്തായാലും എത്തി, യുദ്ധത്തിന് പങ്കെടുക്കാൻ, സ്വഹാബിമാരുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അവിടെ അബൂ ഖൈസം റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ്, ഇന്ന കുതിരക്ക് ഇന്ന അസുഖം ഉള്ളത് കൊണ്ടാണ്, എനിക്ക് ഇന്നതുപോലെ ഒരു പ്രയാസം ഉണ്ടായത് കൊണ്ടാണ്, വീട്ടിൽ ഇന്നതുപോലെ ഒരു പ്രയാസം ഉണ്ടായത് കൊണ്ടാണ്, ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഞാൻ യാത്രക്ക് ഇറങ്ങിയതാണ്, അതെല്ലാം മധ്യേ ഞാൻ തിരിച്ചു പോയതാണ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടായതാണ്, അതുപോലെ എന്റെ വീട്ടിൽ ഇന്ന പോലെ ആൾക്ക് അസുഖമുണ്ടായതാണ്. എന്തെല്ലാം ഉദറുകളും എന്തെല്ലാം ന്യായങ്ങളും നിരത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ വിഷയം പറയാം. കാരണം
അബൂ ഹൈസം റളിയല്ലാഹു അൻഹു അവിടെ ആ വന്നുകൊണ്ടിരിക്കുന്നത് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ പോലും കിട്ടിയിട്ടില്ല. ഇന്ന വിഷയം കൊണ്ടാണ് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു വരാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. ആ ഒരു സമയം എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ കൂടി മുന്നോട്ട് പോയി അള്ളാഹു പുറത്തു തരും, അള്ളാഹു ഞാൻ തൗബ ചെയ്താൽ സ്വീകരിക്കും എന്നൊക്കെ വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു നുണ പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. സത്യം സത്യമായിക്കൊണ്ട് ഇന്നതുപോലെയാണ് സംഭവിച്ചത് എന്ന സത്യസന്ധത. എന്നാൽ ആ സത്യസന്ധതയ്ക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? ഔലാലക്, കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ്. അള്ളാഹുവിന്റെ അസാബിൽ നിന്നും കഷ്ടിച്ചാണ് അബൂ ഹൈസമ നീ രക്ഷപ്പെട്ടത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവകരമായ താക്കീദിന്റെ വചനങ്ങൾ നമ്മുടെ ചെവികളിൽ അലയടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമയം ചെലവഴിക്കാൻ, ഒരു ദിവസം പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു 2 ആയത്ത് പഠിക്കാൻ സമയമില്ലാത്ത നമ്മൾ ഔലാലക്, കഷ്ടിച്ചെങ്കിലും രക്ഷപ്പെടാൻ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും കഷ്ടിച്ചെങ്കിലും രക്ഷപ്പെടാൻ എന്തർഹതയാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്. രണ്ടാമതായിക്കൊണ്ട് ഏറെ ഗൗരവത്തോടുകൂടി ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ് കാര്യങ്ങളെ നീട്ടിവെക്കുന്നതിന്റെ ഗൗരവം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും, നമ്മൾ പിന്നെ ആകട്ടെ, ഈ ഒരു വിഷയം കഴിയട്ടെ, ഇതൊന്ന് കഴിയട്ടെ, അതൊന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടാകാലോ, ഇത് കഴിഞ്ഞിട്ടാകാമല്ലോ, ഈ ഒരു സമയം കഴിയട്ടെ, ഈ ഒരു മാസം കഴിയട്ടെ, ഈ ഒരു സീസൺ കഴിയട്ടെ പറഞ്ഞുകൊണ്ട് ഈ വീട് പണി ഒന്ന് കഴിയട്ടെ, മക്കളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, നമ്മളിങ്ങനെ നീട്ടിവെച്ച് കൊണ്ടുപോകുന്നതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. കാരണം അബൂ ഹൈസം റളിയല്ലാഹു അൻഹു വൈകിയാണെങ്കിലും അവിടെ ജോയിൻ ചെയ്തു, വൈകിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്നു. എന്നാൽ ആ ഒരു രംഗത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്നാണ്. വലിയ സന്തോഷ വാർത്ത കൊടുത്തുകൊണ്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ട് പ്രചോദിപ്പിക്കുകയല്ല, കഷ്ടിച്ചാണ് നീ രക്ഷപ്പെട്ടത് അബൂ ഹൈസമ എന്നാണ്. നമ്മൾ നോക്കൂ, നമ്മൾ എത്ര നമസ്കാരങ്ങളാണ് പാഴാക്കി കളയുന്നത്, ജമാഅത്തിന്റെ എത്ര സമയങ്ങളാണ് നമ്മൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജുമാ നമസ്കാരങ്ങളിലേക്ക് നേരത്തെ എത്താൻ, സുബഹി നമസ്കാരത്തിന്റെ ജമാഅത്തിന് നേരത്തെ എത്താൻ, അതുപോലെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ പോലും നമ്മൾ ഉത്സാഹം കാണിക്കുന്നില്ല എങ്കിൽ ഈ ഒരു സംസാരം ഔലാലക് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞ ആ ഒരു സംസാരം നമുക്കും ബാധകമാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നഷ്ടപ്പെട്ടാൽ, ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടെന്തെങ്കിലും സങ്കടം, നമുക്കുണ്ടെന്തെങ്കിലും പ്രയാസം. ഒരു ജമാഅത്ത് നമസ്കാരം പോയാൽ അത് പോയി, അത് ഞാൻ യാത്രയിലായിരുന്നു, അത് ഞാൻ ഇന്ന പ്രയാസത്തിലായിരുന്നു, അത് ഇന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് എന്ന് സ്വയം ന്യായം പറയലല്ലാതെ പല വിഷയങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ദീനി രംഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമു നേടുന്ന വിഷയത്തിലാണെങ്കിലും ദീനിന്റെ മാർഗത്തിൽ സമയം ചൊലിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ നമ്മളോട് ഒരുപാട് ഉദറുകളും ഒരുപാട് ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടി വെക്കലല്ലാതെ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയാ, വൈകിയാണെങ്കിലും ഞാൻ ഇവിടെ എത്തിയല്ലോ, വൈകിയാണെങ്കിലും ഞാൻ എത്തി, അല്ലെങ്കിൽ ഞാനത് ചെയ്തു, എങ്ങനെയാണെങ്കിലും തട്ടിക്കൂട്ടിയാണെങ്കിലും ഞാനത് ചെയ്തു എന്ന ന്യായം നമ്മളോട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയോട് പറഞ്ഞ ഔലാലക് എന്ന ആ ഒരു ശകാരത്തിന്റെ സംസാരം ഏറെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ എടുക്കാൻ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ വലിയ ഒരു പാഠമാണ് തെറ്റുകളെ നിസ്സാരമാക്കി കാണുക എന്നുള്ളത്. അബൂ ഹൈസം റളിയല്ലാഹു അൻഹു വിചാരിക്കാൻ 30,000 ആളുകൾ പോയിട്ടുണ്ട്, യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് 30,000 ആളുകൾ പോയിട്ടുണ്ട്. ഞാനിപ്പോ ഒരാൾ പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക? അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരാൾ പോയത് കൊണ്ട് അവിടെ എന്താ കൂടുതൽ സംഭവിക്കാനുള്ളത്? നമ്മളിപ്പോ പലപ്പോഴും അങ്ങനെയല്ലേ ചിന്തിക്കുക. ഞാനിപ്പോ പോയില്ലെങ്കിൽ ഇപ്പൊ എന്തുണ്ടാവുക? 19 ആള് പോയിട്ടുണ്ട്, ഞാനിപ്പോ ഒരാൾ പോയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല, ഞാനിപ്പോ ഒരാൾ പോയില്ല എന്നുള്ളത് കൊണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനല്ലേ പലപ്പോഴും പല വിഷയങ്ങളിലും നമ്മൾ ആത്മവിചാരണം നടത്തി നോക്കാം. പല വിഷയങ്ങളിലും നമ്മൾ അങ്ങനെയാണ്, അപ്പൊ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, പോയാലൊക്കെ ഒരുപോലെ തന്നെ എന്ന് വിചാരിക്കുന്നിടത്ത് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ പിന്നീട് ഒരു അവസരത്തിലാകാം, അല്ലെ? ആ സ്വഹാബി ചിന്തിക്കണം, ഇനിയിപ്പോ പിന്നീട് ഒരു അവസരത്തിലാകാം, ഇപ്പൊ ഞാൻ ഇന്നിപ്പോ എന്തായാലും വൈകി, ഇനിയിപ്പോ ഞാൻ വൈകി ചെന്നാൽ ഇങ്ങനെ തന്നെ, എനിക്കിപ്പോ ഞാൻ ചെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടുത്തൊരു യുദ്ധമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അടുത്ത യുദ്ധത്തിൽ ഒന്നാമത്തെ സഫിൽ ഞാൻ ഉണ്ടാകും എന്ന് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു നിയ്യത്തെടുത്തു എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? പിന്നീട് യുദ്ധങ്ങളില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത വർഷം മരണപ്പെട്ടു. പലപ്പോഴും അവസരങ്ങൾ ഇങ്ങനെയാണ്. പിന്നീടാകട്ടെ കുഴപ്പമില്ലല്ലോ, ഇത്തവണ ഇപ്പൊ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഇത്തവണ ഇപ്പൊ ഞാൻ അതിനുവേണ്ടി സമയം ചെലവഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പല അവസരങ്ങളും പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് വരാതിരിക്കും. ആ സ്വഹാബി അവിടെ ആത്മാർത്ഥമായൊരു നിയത്തെടുത്തു എന്ന് വിചാരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അടുത്ത യുദ്ധത്തിൽ ഒന്നാമത്തെ സഫിൽ ഒന്നാമത്തെ വരിയിൽ ഞാൻ ഉണ്ടാകും എന്ന് തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക. എന്താ പ്രയോജനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം മരണപ്പെട്ടു. പിന്നീട് ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. ഇത് അവസാനത്തെ യുദ്ധമാണ്. എന്നാൽ ഇത് അവസാനത്തെ യുദ്ധമാണ് എന്ന് സ്വഹാബികൾക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങൾ, ജമാഅത്തിന്റെ നമസ്കാരങ്ങൾ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസുകൾ, ഇൽമിന്റെ സദസ്സുകൾ, ദിക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ, ദുഹാ നമസ്കാരത്തിനുള്ള അവസരങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇപ്പൊ നാളെ ആകട്ടെ, ഇന്നിപ്പോ ഉറക്കം ശരിയായിട്ടില്ല, ഇന്നിപ്പോ യാത്ര ചെയ്തുള്ള ക്ഷീണത്തിലാണ്, എല്ലാ അവസരങ്ങളും ദുനിയാവിന്റെ പല വിഷയങ്ങൾ കൊണ്ട് ഇങ്ങനെ നീട്ടി വെക്കുമ്പോ പിന്നീട് ഒരു അവസരം എന്നിലേക്ക് വരുമോ എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിന്മകളെ അതുകൊണ്ട് നിസ്സാരവൽക്കരിക്കാതിരിക്കുക. ഞാൻ ചെയ്തത് അത് ഗൗരവകരമായ ഒരു വിഷയമാണ്, ഞാൻ പോയില്ലെങ്കിലും ആ 30,000-ൽ ആളായി 30,001 ആളായിട്ട് ഞാൻ ഉണ്ടെങ്കിലും അവിടെ വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ചെയ്തത് വലിയ ഗുരുതരമായ ഒരു പിഴവാണ് എന്ന് അബൂ ഹൈസം റളിയല്ലാഹു അൻഹു തിരിച്ചറിയാനുള്ള കാരണം അവരുടെ ഈമാനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യറാ ദുനൂബഹു, അവനവന്റെ പാപങ്ങളെ കാണുക. എങ്ങനെയാണ്? തെറ്റുകളെ സംബന്ധിച്ചുള്ള അവന്റെ ഒരു മനോഭാവം എന്താണ്? കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, അവനൊരു മലയുടെ ചുവട്ടിൽ നിൽക്കുന്നവരെ പോലെയായിരിക്കും. എന്നിട്ടോ യഖാഫു അൻ യഖഅലൈ, ആ മലയെങ്ങാനും ഇടിഞ്ഞവന്റെ മേലിലേക്ക് വീണാലോ എന്ന് പേടിച്ചായിരിക്കും അവൻ നിൽക്കുക. ഈ ഒരു മനോഭാവമാണ് തെറ്റുകളോടൊരു മുഅ്മിൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മുഅ്മിൻ ഇങ്ങനെ ഒരു മലയുടെ താഴെ നിന്നാൽ ആ മല ഇടിഞ്ഞിപ്പന്റെ മുകളിലേക്ക് വീണാലോ എന്ന് അവൻ എത്ര പേടിക്കുമോ, അതുപോലെ ആയിരിക്കും തെറ്റുകളോട് അവനുള്ള ആറ്റിറ്റ്യൂഡും മനോഭാവം എന്നായിരിക്കും. നമുക്കോ പലപ്പോഴും നമ്മൾ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളാണ്. അതിപ്പോ കുഴപ്പമില്ല, അതിപ്പോ അതുകൊണ്ടല്ലേ, അതിപ്പോ ഇതുകൊണ്ടല്ലേ, ഇന്ന കാരണം കൊണ്ടല്ലേ, അത് അങ്ങനെയായി പോയത് കൊണ്ടല്ലേ, എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടല്ലേ, ഞാൻ തിരക്കിലായത് കൊണ്ടല്ലേ, ഞാൻ ജോലി തിരക്കിലായത് കൊണ്ടല്ലേ എന്ന ന്യായങ്ങൾ സഹോദരങ്ങളെ ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നൽ ഫാജിർ, തുടർന്നുകൊണ്ട് അദ്ദേഹം പറയാൻ, ഒരു തെമ്മാടിയായ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് യറാ ദുനൂബഹു, അവൻ തെറ്റുകൾ എങ്ങനെ കാണുക? കദുബാബിൻ മർറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദാ, അവന്റെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ് അവൻ തെറ്റുകളെ കാണുന്നത്. അതിങ്ങനെ കൈകൊണ്ട് തട്ടി അതുകൊണ്ട് പോവില്ലേ? അതായിരിക്കും ഒരു ഫാജിറിന്, ഒരു മോശക്കാരനായ വ്യക്തിക്ക് നിസ്സാരമായി കാണും. അതിനിപ്പോ എന്താ? ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരു ജമാഅത്ത് നമസ്കാരം ഉണ്ടല്ലോ. ഇന്നിപ്പോ സുബൈ പോയാൽ എന്താ, നാളെ സുബൈ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ എന്താ, ഇനിയും ക്ലാസ്സുകൾ ഉണ്ടല്ലോ. ഈ ഒരു സ്വതക്കക്ക് അവസരം നഷ്ടപ്പെട്ടാൽ എന്താ, അടുത്ത തവണ ഉണ്ടല്ലോ. ഈ റമദാൻ പോയാൽ എന്താ, ഇനി റമദാൻ വരാനുണ്ടല്ലോ. അവസരങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോ ഇനിയും വരാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമാക്കി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഏറെ ഗൗരവത്തോട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ തെറ്റുകളോട് എത്ര ഗൗരവം കുറക്കുന്നോ അത്രത്തോളം അള്ളാഹുവിന് മുന്നിൽ ഗൗരവകരമായിരിക്കും നമ്മുടെ ആ ഒരു മനോഭാവം എന്നത് നമ്മൾ ഏറെ ഗൗരവത്തോട് മനസ്സിലാക്കേണ്ടത്. നാലാമതായി നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ് ഒരു നല്ല നഫ്സ് നമുക്കുണ്ടാകണം എന്നത്. എന്താണ് ഒരു നല്ല നഫ്സ് എന്നുകൊണ്ട് ഉദ്ദേശം? വിശുദ്ധ ഖുർആൻ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമ അത് ആരംഭിക്കുന്നത് തന്നെ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ് ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, നഫ്സിൽ ലവ്വാമ അഥവാ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയും. സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ്. എന്താണ് ആ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ? നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ ഐ ബിനഫ്സിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ നഫ്സാണ്, ഒരു സത്യവിശ്വാസിയുടെ നഫ്സാണ്. ആ നഫ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ നഫ്സ് സദാസമയവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ചിന്തിക്കും? മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയാ മാ അറദ്തു ബികലാമി, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തിനിപ്പോ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, എന്റെ ഒരു സംസാരം ശരിയായില്ല, ഞാൻ അങ്ങനെ ആ ഒരു അവസരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. മാ അറദ്തു ബിഅക്ലി, ഞാൻ എന്താ അങ്ങനെ ഭക്ഷണം കഴിച്ചത്,
ഞാൻ അങ്ങനെ ഇപ്പൊ ഈ സമയത്ത് എന്തിനാ ഭക്ഷണം കഴിച്ചത്, എന്തിനാ ഇപ്പൊ അത്രയും കഴിച്ചത്, അത്രയും കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് മാറ്റി വെക്കാമായിരുന്നു, അത് ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു, പിന്നീടത്തേക്ക് വെക്കാമായിരുന്നു, എന്തിനാ ഇപ്പൊ അത്രയും ഭക്ഷണം കഴിച്ചത്. അവന്റെ ഓരോ സ്റ്റെപ്പിലും ഞാൻ എന്ത് അങ്ങനെ ചെയ്തു, ഞാൻ എന്ത് ഇങ്ങനെ ചെയ്തു, എന്റെ നഫ്സ് എന്താണ് എന്നോട് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എന്റെ ഉള്ളിൽ എന്താണ് ഇങ്ങനെ ചിന്തകൾ ഉണ്ടാകുന്നത് സദാസമയം. അതാണ് നഫ്സിൽ ലവ്വാമ. ഒരു തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ, ഒരു അബദ്ധം സംഭവിച്ചാൽ, എന്തെങ്കിലും സംസാരിച്ചു പോയാൽ, എന്തെങ്കിലും ചെയ്താൽ, ഒരു യാത്ര പോയാൽ, ഞാൻ എന്തിനിപ്പോ അങ്ങനെ ചെയ്തത്, അത് ചെയ്തത് ശരിയായില്ല, അത് ഞാൻ മെച്ചപ്പെടുത്തേണ്ടിയിരുന്നു, എന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, എന്റെ ഒരു മനോഭാവം ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ടവനായിരുന്നില്ല, അങ്ങനെയല്ല, ഇത് ശരിയല്ല എന്ന് സദാസമയവും തന്റെ നഫ്സിനെ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട്, എപ്പോഴും തന്റെ നഫ്സിനെ ഇങ്ങനെ ഹിസാബ് ചെയ്തുകൊണ്ട്, മുഹാസബത്ത് നടത്തിക്കൊണ്ട് എപ്പോഴും തന്റെ നഫ്സിനെ ഇങ്ങനെ വിചാരണ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഒരു മുഅ്മിനിന്റെ, ഈമാനുള്ള ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ ഒരു നഫ്സിൽ ലവ്വാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കും. തലൂമു, അവനൊരു സങ്കടം ഉണ്ടാവും. എന്തിനെ കുറിച്ച് അവന്റെ സങ്കടം? അലാ മഫാത വതൻദം, അവന് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ കുറിച്ച്. നമുക്കുണ്ടോ അങ്ങനെ ഒരു പ്രശ്നം? നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഓരോ സ്റ്റെപ്പും, ഓരോ അവസരങ്ങളും, ഓരോ സുജൂദുകളും, ഓരോ ഇൽമിന്റെ സദസ്സുകളും, ഇതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോ നമുക്കുണ്ടെന്നെങ്കിലും സങ്കടം? ഒരു സങ്കടം ഇല്ല. എങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നഫ്സിൽ ലവ്വാമ, അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത, പരിശ്രമിച്ച് ആ ഒരു രൂപത്തിലേക്ക് എത്തിയ, ആ ഒരു ദർജയിലേക്ക് എത്തിയ ഒരു നഫ്സ് നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ നിങ്ങൾ, തഫ്സീറിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്ത, ഇൻ കാനത് അമിലത് ഖൈറ, അവനൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഹൽ അസ്ദദത്, എന്തുകൊണ്ട് എനിക്കത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു. ജുമാ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചാൽ ഒരു 10 മിനിറ്റ് മുമ്പേ എനിക്ക് എത്താൻ കഴിയും എന്ന ചിന്തയായിരിക്കും നഫ്സിൽ ലവ്വാമ ആ വ്യക്തിക്കുണ്ടാവുക. വഇൻ അമിലത് ശർറൻ, അവനൊരു ഷർറ് ചെയ്താൽ, അവനൊരു മോശം പ്രവൃത്തി ചെയ്താൽ, യാ ലൈതനി ലം അഫൽ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് ചെയ്തത് ശരിയായില്ല എന്ന് സ്വയം വിചാരണ ചെയ്ത് സ്വന്തം നഫ്സിനെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, അങ്ങനെ ഒരു നഫ്സിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അപ്പൊ ആ നഫ്സിന്റെ ദർജ എത്രയാണ്, ആ നഫ്സിന്റെ മദ്ഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമുക്ക് സൂചിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സ്വയം വിചാരണ നടത്തുന്ന നഫ്സിന്റെ ഉടമകളാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഏടാണ് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആദ്യം മടിച്ചു നിന്നെങ്കിലും, യാത്ര നീട്ടി വെച്ചെങ്കിലും, പിന്നീട് അദ്ദേഹത്തിന്റെ തിരിച്ചറിവ്, ഒട്ടും മടിച്ചു നിൽക്കാതെ തന്നെ അദ്ദേഹം ആ ഒരു യാത്രക്ക് പുറപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയും ചെയ്ത ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഏതാനും പാഠങ്ങളാണ് ഇവിടെ നമ്മൾ ഖുതുബയിൽ സംസാരിച്ചത്. ഇതിനെല്ലാം അവസാനമായിക്കൊണ്ട് ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വയുള്ള ഒരു ഹൃദയത്തിൽ എപ്പോഴൊക്കെയാണ് അവന്റെ തഖ്വക്ക് കുറവ് സംഭവിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഈമാനിൽ അവന് കുറവുണ്ടായി പിശാച് അവനിൽ ഇടപെടുന്നത് എന്ന കൃത്യമായൊരു ബോധ്യം ഒരു മുത്തഖിയായ മനുഷ്യന് എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിന്റെ 201-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള മനുഷ്യന്മാർ, തഖ്വയുള്ള മുത്തഖിയായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ. അപ്പോ അതാണ് ക്വാളിറ്റി, അതാണ് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? എപ്പോഴും ഹറാമിനെയും ഹലാലിനെയും കുറിച്ചൊരു ബോധമുണ്ടായി, തെറ്റുകളെ സംബന്ധിച്ചൊരു ഗൗരവം ഉണ്ടാവുക, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ പരമാവധി ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതാണ് മുത്തഖിയായ ഒരു മനുഷ്യൻ, തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ഭയഭക്തിയുള്ള ഒരു വ്യക്തി.
ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അവൻ അള്ളാഹു കൊടുക്കുന്ന ഒരു ക്വാളിറ്റി, അവന് അള്ളാഹു ചെയ്യുന്ന ഒരു ഗുണം എന്താ? ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുർബോധനം, പിശാചിന്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ അവൻ ഉണ്ടായാൽ തദക്കറു, അവൻ അപ്പൊ തന്നെ അത് തിരിച്ചറിയും, അവൻ അപ്പൊ തന്നെ അത് മനസ്സിലാകും. എനിക്ക് എവിടെയോ ചെറിയൊരു പ്രശ്നമുണ്ട്, എവിടെയോ ഒരു ഫോൾട്ട് പറ്റിയല്ലോ, എന്തേ എനിക്കിപ്പോ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പിശാച് ഇങ്ങനെ ഇടപെടുന്നത്, എന്തുകൊണ്ടാണ് എന്റെ സംസാരത്തിൽ ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിപ്പോ ക്ഷമയില്ലാത്തത്, എന്തേ എനിക്ക് സംഭവിച്ചത്, ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകും. തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ, അപ്പൊ അവനൊരു ഉൾക്കാഴ്ച ഉണ്ടാകും. ഇവിടെ മുബ്സിറൂൻ എന്ന് പറഞ്ഞത് ഉൾക്കാഴ്ചയെ സംബന്ധിച്ചാണ്, ഒരു ഇൻസൈറ്റ്. അവന്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടാകും, എനിക്ക് എവിടെയോ ചെറിയൊരു ഫോൾട്ട് പറ്റി, എനിക്ക് എവിടെയോ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്, അവിടെയാണ് പിശാചിപ്പോ എന്റെ സ്വഭാവത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്ന ഒരു ബോധ്യം അവനുണ്ടാകുമെന്നാണ്. അതിനൊന്നാമത് ഒരു വ്യക്തിക്ക് വേണ്ടതെന്താണ്? തഖ്വയാണ്. തഖ്വ ഉണ്ടാക്കിയെടുക്കലാണ്. സദാസമയവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ബോധവും അള്ളാഹുവിനോടൊരു ഭക്തിയും ഭയവും ആ ഒരു ഖൗഫും, അള്ളാഹു എനിക്ക് പുറത്തു തരും, അള്ളാഹു സദാസമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാൻ അവന് തിരിച്ചറിയാൻ കഴിയും. എന്തേ എനിക്ക് സംഭവിച്ച ഫോൾട്ട്, എന്തേ എന്റെ സംസാരത്തിൽ അങ്ങനെ, എന്തേ എന്റെ പ്രവൃത്തി ഇങ്ങനെ, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കേണ്ടവനല്ല, ഞാൻ ആളുകളെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരാളല്ല, എനിക്കെവിടെ സംഭവിച്ചത്, പിശാച് എന്തേ എന്നിൽ, എന്റെ സ്വഭാവത്തിൽ, എന്റെ നഫ്സിൽ ഇടപെടുന്നു എന്ന ഒരു ചിന്ത അവനുണ്ടാവും. ഫഇദാ ഹും മുബ്സിറൂൻ, അവനൊരു ഉൾക്കാഴ്ച ഉണ്ടാകുമെന്ന്. അതിനുള്ള കണ്ടീഷൻ ഒരു വ്യക്തി തഖ്വയുള്ളവനാവുക എന്നതാണ്. അബൂ ഹൈസം റളിയല്ലാഹു അൻഹുവിന് ആ സമയത്തുണ്ടായി തിരിച്ചറിവ് എന്താ? എന്തേ ഞാൻ വൈകിപ്പോയത്, ഞാനിവിടെ ഇങ്ങനെ സുഖലോലുപതയിലിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ, എന്റെ കംഫർട്ട് സോണിൽ എന്റെ സമ്പത്തൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത് എന്ന ഒരു ഉൾക്കാഴ്ച അബൂ ഹൈസം റളിയല്ലാഹു അൻഹുവിന് തോന്നിച്ചത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. മുത്തഖികളായ ഈമാനുള്ള ആളുകൾക്ക് ആ സ്വയം കുറ്റപ്പെടുത്തുന്ന, സ്വയം അനലൈസ് ചെയ്ത് മുഹാസബത്ത് നടത്തുന്ന, അക്കൗണ്ട്സ് നടത്തുന്ന, വിചാരണ നടത്തുന്ന ഒരു നഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ വൈകിയാണെങ്കിലും തെറ്റ് മനസ്സിലാക്കുന്നിടത്ത് എത്രയും വേഗം അള്ളാഹുവിലേക്ക് മടങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും വീടുകളിൽ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന്റെ ഭീതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക്, എല്ലാം കൊണ്ടും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹ്.